അങ്ങനെ അതാണ് ഏറ്റവും പുതിയ കാര്യം. അതായത് ആ എക്സലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആ പുഴയുടെ കരഭാഗത്ത് മുകൾ ഭാഗത്തായുള്ള മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. മാത്രമല്ല ഈ എക്സലേറ്റർ തന്നെ ഉപയോഗിച്ച് മണ്ണ് കുറെ കൂടി മുമ്പിലേക്ക് ഇട്ട് അതുവഴി കുറെ കൂടി പുഴക്കരികിലേക്ക് മൂവ് ചെയ്ത് വരാനുള്ള ഒരു ശ്രമം കൂടി അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ മഴ വലിയ പ്രശ്നം തന്നെയാണ്, വലിയ പ്രതിസന്ധി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കനത്ത കാറ്റ്, മഴ, അതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ രക്ഷാപ്രവർത്തനം നടക്കുമോ എന്ന കാര്യം നമുക്ക് ഇപ്പോൾ പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. കാലാവസ്ഥ ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും നിലവിലിപ്പോ JCB ഉപയോഗിച്ച് ആ ഭാഗത്തു നിന്ന് വീണ്ടും മണ്ണെടുക്കാൻ തുടങ്ങുന്നുണ്ട്. അതായത് ബൂം എക്സലേറ്റർ ഉപയോഗിച്ചല്ല, മറ്റൊരു JCB ഉപയോഗിച്ച് അതിന്റെ തൊട്ടടുത്ത ഭാഗത്തെ മണ്ണുകൾ നീക്കുന്ന പ്രവൃത്തി ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കാരണം മഴയെ തുടർന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രവൃത്തികളും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ഈ പ്രവൃത്തികൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോ ബൂം എക്സലേറ്റർ വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പരമാവധി ഈ വെള്ളത്തിനല്ലാതെ കരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി വീണ്ടും ചെറിയ തോതിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ കാരണം ഈ ബൂം എക്സ്കവേറ്റർ തൽക്കാലത്തേക്ക് പണി അവസാനിപ്പിച്ചിരുന്നു നേരത്തെ. അത് വീണ്ടും ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഇന്ന് തന്നെ ഈ ലോറി കരയിലേക്ക് അടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ദൗത്യസംഘം നോക്കുന്നത്. കനത്ത മഴയും അടിയൊഴുക്കും ഗംഗാവലിയിലെ ഒഴുക്കുമെല്ലാം വലിയ പ്രതിബന്ധങ്ങളാകുന്നുണ്ട് തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമൊക്കെ. ഷഫീഖ് നസറുല്ലൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീഖ്, ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ വീണ്ടും ഈ ദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നത്? ഇന്ന് തന്നെ നമുക്കൊരു ഒരു പ്രതീക്ഷാവാമായ ഒരു വാർത്ത ലഭിക്കാൻ കഴിയുമോ? സൈഫുദ്ദീൻ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ കുട പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഇപ്പോൾ മഴ മാറി വരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ പൂർണ്ണമായും മഴ മാറും എന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഈ മഴ കുറഞ്ഞപ്പോൾ, ശക്തമായ കാറ്റും മഴയും കുറഞ്ഞപ്പോഴാണ് വീണ്ടും ഈ മണ്ണുമാന്തി യന്ത്രം പ്രവർത്തിച്ച് മണ്ണ് നീക്കം വീണ്ടും ആരംഭിച്ചത്. മഴയാണ് വലിയ തടസ്സമായി വരുന്നത്. കാലാവസ്ഥ അനുകൂലമല്ലാത്തത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ മഴ വലിയ ശക്തമായ മഴയാണ്. നേർത്ത സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അനുഭവപ്പെടുന്നത് പോലുള്ള മഴ അല്ല. വളരെ പെട്ടെന്ന് മഴ പെയ്യുകയും അതിശക്തമായി അത് അനുഭവപ്പെടുകയും അതിശക്തമായ കാറ്റുണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ പ്രദേശത്ത് സാധാരണ കുട പിടിച്ച് നടക്കാൻ പോലും കഴിയാത്ത സ്വഭാവത്തിൽ ആണ് മഴ അനുഭവപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തിന്, പുഴയിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ വലിയ മലയിടിച്ചൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനും അത് തടസ്സമുണ്ടാക്കും എന്നത് നമുക്ക് സ്വാഭാവികമായും ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് അവിടെയുള്ള മുഴുവൻ രക്ഷാപ്രവർത്തകരെയും അതിശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്ത് മാറ്റി നിർത്തിയത്. ഇപ്പോൾ വീണ്ടും മഴ കുറച്ച് മാറി നിന്നപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ ലോറിയിലേക്ക് എത്താനാവും എന്നൊരു പ്രതീക്ഷയാണ് നേരത്തെ രക്ഷാപ്രവർത്തകർ ഇതിന് തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ആളുകൾ പറഞ്ഞിരുന്നത്. ഇതിന്റെ ഒരു ഏകോപന ചുമതലയുള്ള MLAയും അത്തരം ഒരു കാര്യം പറഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്ത നമുക്ക് കേൾക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പല സന്ദർഭങ്ങളിലായി ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ നേരത്തെ അത് ആരംഭിച്ചതാണ്. ആ ആരംഭിച്ച സമയത്ത് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും ഈ മണ്ണുമാന്തി യന്ത്രം, വലിയ ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം താഴ്ഭാഗത്ത് കുറച്ചുകൂടി താഴെ ഉണ്ടാക്കിയ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി നിർത്താനും കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗതയിൽ അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ശക്തമായ മഴ കാരണം നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയിൽ നിർത്തിയിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന് കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു തടസ്സമുണ്ടാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ ദേശീയപാതയിൽ നിന്ന് 20 മീറ്റർ മാറി പുഴയോട് ചേർന്ന ഭാഗത്ത് 15 അടി താഴ്ചയിൽ ഈ വലിയ ലോഹ വസ്തുവുണ്ട്. ആ ലോഹവസ്തു ഒരു ട്രക്കാണ്. ആ ട്രക്ക് കാണാതായിട്ടുള്ളത് അർജുനൻ്റേത് മാത്രമാണ്. അപ്പോൾ ആ ലോറിയാണത്, തടി കയറ്റി വന്ന ലോറിയാണ് എന്ന ഒരു വാർത്തയാണ് വരുന്നത്. അക്കാര്യം തന്നെയാണ് ഇവിടെയുള്ള ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുന്നത്, ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയുള്ള റവന്യൂ മന്ത്രി
പറഞ്ഞത് വലിയ ഒരു കാര്യം. നേരത്തെ നേവിയും ആർമിയും ഒക്കെ നടത്തിയ പരിശോധനയിൽ 2 സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ആ 2 സിഗ്നലുകളും ഒരേ കേന്ദ്രമാണ് എന്ന് നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. ആ കേന്ദ്രത്തിലേക്ക് ഈ വലിയ മണ്ണുമാന്തി യന്ത്രം എത്തുന്നതോടുകൂടി തെരച്ചിൽ കൂടുതൽ ശക്തിപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു. 11 മണിയോടുകൂടി ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം അവിടെ എത്തിച്ചു. ആ സ്ഥലത്തെത്തിച്ചതിനു ശേഷം ഇതുവരെയായും ആ ഒരൊറ്റ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ്, തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കേന്ദ്രത്തിൽ തന്നെ, ആ പോയിന്റിൽ തന്നെ ഉണ്ട് എന്നതാണ് രക്ഷാപ്രവർത്തകർ വിശ്വസിക്കുന്നത്.